വളാഞ്ചേരി ചേരുകുളത്ത് ഇന്നലെ വൈകിട്ട് 3 മണിയോട് കൂടിയിട്ടാണ് പോക്കറിനെ കാണാതാകുന്നത്. ഇന്നലെ തന്നെ പരിസര പ്രദേശത്തുള്ള നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെന്ന് പുലർച്ചെ വരെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ സ്കൂബ ടീമും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ മറ്റ് ടീമുകളും പോലീസും ഡ്രോൺ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ എത്തി കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെ പോക്കറിനെ കണ്ടെത്താൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 96 വയസ്സാണ്, പ്രായമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പോകാനിടമുള്ള സ്ഥലത്തൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്നലെ ഏകദേശം ഈ വൈകിട്ടോടെ കാണാതായ വ്യക്തിയെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇന്ന് രാവിലത്തെ തിരച്ചിലിൽ അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. പ്രദേശവാസികളും പഞ്ചായത്ത് പ്രസിഡന്റും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ 3 മണിക്കാണ് ആളെ കാണാതായിട്ടുള്ളത്. പ്രായമായ ആളാണ്. ഇപ്പോൾ ചെരുപ്പ് കണ്ടു എന്നുള്ളൊരു നിലവിലാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് എല്ലാവരും ഉണ്ടല്ലേ? ഫയർഫോഴ്സ് ഉണ്ട്, ജനങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും സജീവമായിട്ട് തന്നെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിസര പ്രദേശത്തുള്ള ആൾ തന്നെയാണല്ലേ കാണാൻ? പരിസര പ്രദേശത്തുള്ള ആൾ തന്നെയാണ് കാണാതായിട്ടുള്ളത്. 96 വയസ്സ് പ്രായ ആളാണ്. സാധാരണഗതിയിൽ മൂപ്പര് മക്കളെടുത്ത് കാണുകൊണ്ടൊക്കെ മാറി താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇന്നലെ അതേമാതിരി 3 മണിക്ക് ശേഷം ഇന്ന സ്ഥലത്തുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ശേഷമാണ് അപ്പോൾ ഇങ്ങനെ തെരച്ചിൽ നടത്തേണ്ടി വന്നത്. ഏതായാലും ഈ കോറിയുടെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് 2 ചെരുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മോൾ ഭാഗത്ത് വെച്ചിട്ട് അവിടെ വേറെ ആളുകൾ കണ്ടു. അപ്പോൾ ഏകദേശം ഈ ഭാഗത്ത് തന്നെയാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം പോലീസ് നായ അവിടെയൊക്കെ പരിസര പ്രദേശമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊർജിതമായിട്ട് നാട്ടുകാർ ഇന്നലെ ആ സമയം മുതൽ ഇന്നലെ രാത്രി 3 മണി വരെ പരിസര പ്രദേശത്തുകാർ മുഴുവൻ തെരച്ചിലായിരുന്നു. ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് രാവിലെയാണ് ചെരുപ്പ് വളച്ച് കാണാൻ സാധിച്ചത്. അപ്പോൾ പോലീസും ഫയർഫോഴ്സും മറ്റും എല്ലാവരും ഇവിടെ വന്ന് വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്, ജീവനോടെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഏകദേശം ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് പുള്ളിയെ കാണാതായിട്ടുള്ളത്. എനിക്കറിയാം, മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു റവന്യൂ ഭൂമി ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ കരേക്കാട്, ഈ ചേരുകുളം പ്രദേശം. അപ്പോൾ ഏകദേശം 1 കിലോമീറ്ററിന് ഉള്ളിൽ ജനവാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തെരച്ചിലിന് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എന്നിരുന്നാലും ഇന്നലെ വൈകിട്ട് ഒരു ഏകദേശം 5 മണി മുതൽ നാട്ടുകാരും അതുപോലെ ഇന്ന് രാവിലെ സ്കൂബ ഡൈവിങ് അതുപോലെ ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നേതൃത്വത്തിലാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്. അപ്പോൾ ഡോഗ് സ്ക്വാഡിൻ്റെ സെർച്ച് തുടങ്ങിയപ്പോൾ ഏകദേശം ഡോഗ് സ്ക്വാഡ് ഈ ഭാഗത്താണ് വന്ന് നിന്നത്. ഏകദേശം ഈ 200ഓളം ഏക്കർ വരുന്ന ഈ ഭൂമിയിൽ പല ജലസ്രോതസ്സുകളും അതുപോലെ കുളങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനാവുന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും കുടുംബങ്ങളൊക്കെ ഉള്ളത്. തന്നെയാണ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുളത്തിലൊക്കെ കൃത്യമായി സ്കൂബ ടീം എത്തിക്കൊണ്ട് മുങ്ങൽ വിദഗ്ധരെത്തിക്കൊണ്ട് പരിശോധന നടത്തുന്നുണ്ട്. പരിസര പ്രദേശങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ചേർന്ന് ഈ കാട് മൂടിയ പ്രദേശമാണ്. അതുകൊണ്ട് അതൊക്കെ മാറ്റിക്കൊണ്ട് ആ പ്രദേശങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.